ഇപ്പോൾ പെൺകുട്ടി വീട്ടിൽ നിന്ന് നിൽക്കുകയാണ്. ആ പെൺകുട്ടിൻ്റെ ബാപ്പ പെട്ടെന്ന് മരിക്കുന്നു. ആ പെൺകുട്ടിൻ്റെ ഉമ്മ പെട്ടെന്ന് മരിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിക്ക് വയസ്സ് കൂടി. ആ പെൺകുട്ടിനെ പിന്നെ ആരും കല്യാണം കഴിക്കാതെ വീട്ടിൽ പിന്നെ മിസ്സാവുന്നു. ആരും കൊണ്ടാകാതെ പോകുന്നു. ആ പെൺകുട്ടിക്ക് വയസ്സ് കൂടുന്നു. ആ പെൺകുട്ടിനെ ആരും കെട്ടിക്കൊണ്ടുപോകണില്ല. ആരും കല്യാണം കഴിച്ച് കൊണ്ടുപോകണില്ല. അതിൻ്റെ കാരണം ആ പെൺകുട്ടിക്ക് വയസ്സ് കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, അതെ, മാതാപിതാക്കൾക്ക് ഒരു ബോധമില്ല. പെൺകുട്ടിൻ്റെ ഉമ്മാക്ക്, പെൺകുട്ടിൻ്റെ ഉമ്മാക്ക്, പെൺകുട്ടിൻ്റെ വാപ്പാക്കൊന്നും ഒരു ബോധമില്ല. ഇല്ല, ബോധം വേണ്ടേ, കാണിക്കണം. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കണം എന്ന് ആ ഉമ്മാക്കും ബാപ്പാക്കും തോന്നണം. അല്ലെങ്കിൽ ചെറിയ ഉമ്മമാർ എന്ത് കാട്ടും? ചെറിയ ഉമ്മമാർ കള്ളുടിയന്മാർക്ക് വിട്ടുകൊടുക്കുക, കള്ളുടിയന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുക. ലഹരി, കഞ്ചാവ്, മയക്കമരുന്ന്, MDMA ഇതൊക്കെ ഉപയോഗിക്കുന്ന ചെക്കന്മാരുണ്ട്. ആ ചെക്കന്മാർക്ക് പിടിച്ച് കൊണ്ടു കൊടുക്കുക. അങ്ങനെ പെൺകുട്ടിൻ്റെ ജീവൻ തകരും. അങ്ങനെയാണ് പെൺകുട്ടിയെ ജീവനം തകരുന്നത്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിന് ജീവനം തകരും. അത് മനസ്സിലാക്കണില്ല. അങ്ങനെയാണ് പെൺകുട്ടിയെ ജീവിതം തകരല്. അങ്ങനെയാണ് പെൺകുട്ടിയുടെ ജീവൻ തകരുക. ഏതൊരു കള്ളുടിയന്മാർക്കോ, ലഹരിയിലേക്കോ, മയക്കറിലേക്കോ, എമ്പലേക്കോ പിടിച്ചു കെട്ടിക്കുക. പാകപ്പെട്ടവർക്ക് കൊടുക്കൂല. ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ കെട്ടിക്കാണ്ട്, അതുപോലെ കെട്ടലുണ്ടാവും, കെട്ടലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സ്വർണം വാങ്ങി, ഒരുപാട് വീട്ടുകാരുടെ സ്വർണം വാങ്ങി, അവിടെ കാര്യമില്ല. സ്വർണവും പൈസയും വാങ്ങിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ശരിക്ക് നോക്കൂ. അത് ആ പെൺകുട്ടീൻ്റെ ഉമ്മയും ബാപ്പയും മനസ്സിലാക്കുന്നില്ല. ആ പെൺകുട്ടി, നിങ്ങൾ കെട്ടിച്ച് പറഞ്ഞേക്കുന്ന പെൺകുട്ടീനെ നാളെ ആ ചെക്കൻ നാളെ ആ പെൺകുട്ടിയെ നോക്കുമോ? അത് നിങ്ങൾ പറഞ്ഞില്ല. അത് നിങ്ങൾ മുണ്ടൂല, അത് നിങ്ങൾ പറയില്ല, അത് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ സ്വർണ്ണവും പൈസയും കാറും കൊടുത്ത്, നിക്കാഹും കഴിപ്പിച്ച് കൊടുത്ത്, അതെ, ഓൻ്റെ കയ്യിൽ കൊടുത്ത്, മകരം കെട്ടി കൊടുത്ത്, മകരം കൊണ്ടുപോയി കെട്ടി, ഓളയും കൊണ്ടുപോയി. അവസാനം എന്താവും? ഈ പെൺകുട്ടീൻ്റെ ജീവിതം പാറാ വഴിക്കിട്ട് പോകും. ഇത് ഞാൻ പറയാം, പാറാ വഴിക്കിട്ട് പോകും. ലഹരി, കഞ്ചാവ്, മയക്കുമരുന്നുള്ളടത്ത് പെൺകുട്ടിക്ക് ശരിക്കൊരു സുഖം ഉണ്ടാവില്ല. ഒരു നല്ലൊരു ജീവിതം കിട്ടൂല. അവൾക്ക് കിട്ടുകയാണെങ്കിൽ അവൾക്ക് ഏത് കയറുമിലോ പോയി തൂങ്ങുക. അതാണ്. ഈ തൂങ്ങിക്കഴിഞ്ഞാൽ സുഖം കിട്ടൂല. ഈ തൂങ്ങിയവർക്കൊക്കെ നരകത്തിലാണ്. അധികം എത്ര പെൺകുട്ടി തൂങ്ങി? അവരൊക്കെ നരകത്തിലാണ്, അല്ലേ? അപ്പോൾ ഈ ഉമ്മമാരും ബാപ്പന്മാരെ കാലം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒറ്റപ്പെട്ട് ആ പെൺകുട്ടി നോക്കൂല. ആങ്ങളെ പൗതി പോരാ നോക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ആങ്ങളെ തടി വീഴും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എൻ്റെ ഉപ്പ മരിച്ചു പോയി. ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടന് ഒന്നിനും പറ്റില്ല. കാരണം പറഞ്ഞൊന്നും കേൾക്കൂല, അനുസരിക്കൂല. കാരണം സമയം ഇങ്ങനെ കളിയല്ലാതെ കൊല്ലം ഇങ്ങനെ കളിയാൻ ഇപ്പൻ്റെ ഏട്ടനിക്ക് അറിയുള്ളൂ. അതറിയുള്ളൂ. മനുഷ്യന്മാർക്ക് നാളെ മരിച്ചു പോകുന്ന, നാളെ മനുഷ്യന്മാർ ബാക്കിയില്ല. ഇന്ന് കണ്ട ഒരാളെ നാളെ കാണില്ല. പെട്ടെന്ന് ആൾ മരിക്കുന്നു. അതാണ്. അത് മനസ്സിലാക്കണില്ല. ആര് മനസ്സിലാക്കണില്ല? ഇപ്പോൾ എൻ്റെ ഉമ്മ മനസ്സിലാക്കണില്ല, മറ്റുള്ള പെൺകുട്ടിൻ്റെ അമ്മ മനസ്സിലാക്കണില്ല, പെൺകുട്ടിയുടെ ബാപ്പ മനസ്സിലാക്കണില്ല, ഒന്നും മനസ്സിലാക്കണില്ല. ഇതാണ് കാരണം. കുടുംബക്കാർ മനസ്സിലാക്കണില്ല. കുടുംബക്കാർ ഒന്നും മനസ്സിലാക്കണില്ല. പാകപ്പെട്ടവന് തിരിച്ച് മനസ്സിലാക്കണില്ല. തിരിച്ചിട്ട് സ്നേഹം കാണിക്കാനോ, തിരിച്ചൊരു പകലായിട്ട് സ്നേഹം കൊടുക്കാനോ, ഒരു മുത്തം കൊടുക്കാനോ, നാട്ടി കൊടുക്കാനോ കാണില്ല. കാരണം എളാപ്പി മക്കളാകുമ്പോൾ ഇത് എളാപ്പൻ്റെ കുട്ടികളാണ്, ഇതൊക്കെ നടത്തി കൊടുക്കണം എന്നുണ്ടാവും ഇപ്പൻ്റെ ഏട്ടനിക്ക്. എന്നാൽ ഏട്ടന് ആ ഒരു ബോധം കാണിക്കുന്നില്ല. ആ ഒരു ബോധം ആ മുഖത്ത് കാണില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ആ പെൺകുട്ടിൻ്റെ പെസ്റ്റ് കഴിഞ്ഞ് ആ പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നു. ആ പെൺകുട്ടിൻ്റെ വയസ്സ് കൂടുന്നു. ആ പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നു. ആ പെൺകുട്ടിൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചു വന്നു. അങ്ങനെ ആങ്ങളെ പൗതി പോലെ നോക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ആങ്ങളെ പിന്നെ ഓളെ നോക്കൂല. ഇതാണ് ആങ്ങന്മാരുടെ സ്വഭാവം. അതെ. പിന്നെ വീട്ടിൽ പെങ്ങളുണ്ടെങ്കിലോ ആ പെങ്ങളും ഒറ്റപ്പെട്ട്. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത കാരണം.
ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് ചെറിയ വീട്ടുകാരായ ആൾക്കാരെന്ത് കാട്ടും, ഒരുപാട് സ്വർണം കൊടുത്ത് ഒരുപാട് സ്വർണവും പൈസയും കൊടുത്ത് കാറും കൊടുത്ത് എൻ്റെ മോളെ പൊന്നു പോയി നോക്കണം. കാരണം അവൻ എന്തായിട്ടേ അവൻ പൊന്നു പോയി നോക്കൂല. അവൻ പോയിട്ട് കള്ള് കുടിച്ച് ലഹരി ഉപയോഗിച്ച് മേക്കർ ഉപയോഗിച്ച് ഫിൽറ്റർ ഉപയോഗിച്ച് പോച്ചമാരി കാട്ടി അടിച്ച് അങ്ങോട്ട് അടിക്കലും മുണ്ടക്കടിക്കലും തല്ലലും കുത്തലും ചവിട്ടലൊക്കെ ഉണ്ടാവും. അതുണ്ടാവുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഇപ്പോൾ വിട്ടുപോയി കൊണ്ടുവരണം. പെൺകുട്ടികളെ വിട്ടുപോയിട്ട് അന്വേഷിക്കലാണ് ഇപ്പോൾ. ഞാൻ പറയാം ഇപ്പോൾ അന്വേഷിക്കലില്ല. ഞാൻ ചെയ്യില്ല. ഇപ്പോൾ പെൺകുട്ടീനെ ഉമ്മാനെ പഠിച്ച ആളെയാണ്, പിന്നെ പഠിച്ച ആളെയാണ്. അത് പഠിച്ചാൻ പാത്തുന്ന ഒരു കൂലി ഈ പെൺകുട്ടിക്ക് പഠിച്ചാൻ പാത്തുന്ന കൂലി കിട്ടും. ഈ പെൺകുട്ടിയുടെ ഉമ്മാക്ക് പഠിച്ചാൻ പാത്തുന്ന കൂലി കിട്ടും പാങ്ങൾക്ക് കൊടുത്താൽ. ഈ പെൺകുട്ടിയുടെ വാപ്പാക്ക് പഠിച്ചാൻ പാത്തുന്ന കൂലി കിട്ടും. അതവിടെ ചെയ്യുന്നില്ല. ചെറിയ ഉമ്മമാർ ചെയ്യുന്നില്ല. ചെറിയ ഉമ്മമാർക്ക് അള്ള കൊടുക്കുന്നതാണ് പെൺകുട്ടികളാണ്. ഇന്ന് പെൺകുട്ടികൾ ചേർത്ത് എത്രയോ വീടുണ്ട്, ആൺകുട്ടികൾ ചേർത്ത് എത്രയോ വീടുണ്ട്. ഇതൊക്കെ പടച്ചവൻ കൊടുക്കുന്നതാണ്. ആ ബോധം അവർ കാണിക്കണില്ല. അവർ പുല്ല് വരെ ഇല്ലാതെ തകർത്തിയാണ്. അള്ളാനെ തകർത്തിയാണ്. അള്ള ഉണ്ട് ആ ബോധം പൈസക്കാർ കാണിക്കണില്ല. കാണിക്കണില്ല. അവർ കാറും വണ്ടിയും വാങ്ങി പൈസയും വാങ്ങി നടക്കുക. അള്ള ഉണ്ട് ആ ബോധം അവർ കാണിക്കണില്ല. അവർ മനസ്സിലാക്കണില്ല. അള്ള ഉണ്ട് ആ ബോധം കാണിക്കണില്ല. അള്ള ഉണ്ട് ആ ബോധം അവർ കാണിക്കണില്ല. അതെന്താ കാണിക്കാത്തത്? അത് കാണിക്കൂല. അള്ള ഉണ്ട് ആ ബോധം അവർ കാണിക്കണേനില്ല. അവർ മനസ്സിലാക്കണില്ല. അള്ള ഉണ്ട് ആ ബോധം അവർ കാണിക്കണില്ല. അതെ, അതാ കാരണം. പെൺകുട്ടീൻ്റെ ഉമ്മാക്ക് ആ പെൺകുട്ടിക്ക് ആ ഉമ്മാക്ക് ഒരു പഠിച്ചപാടത്തെ കൂലി കിട്ടും. ആ ഉപ്പാക്ക് പഠിച്ചപാടത്തെ കൂലി കിട്ടും. ആ പെൺകുട്ടിക്ക് ഒരു ജീവൻ ഉണ്ടായിക്കോട്ടെ. എന്താണ് ആ വീട്ടുകാർ ചിന്തിക്കേണ്ടത്? മറിച്ച് ആ വീട്ടുകാർ പാവപ്പെട്ടവൻ്റെ വീടും ചെറിയ വീടും കുറ്റം പറ്റുക. ചെറിയ വീട് എന്താ കുഴപ്പം? ചെറിയ വീട്ടിലേക്ക് എന്താ പെൺകുട്ടിനെ കെട്ടിച്ചാൻ പറ്റില്ലേ? അതെ, ചെറിയ വീട്ടിലേക്ക് എന്താ കുഴപ്പം? ചെറിയ വീട്ടിൽ വെള്ളമുണ്ട്, ലൈഫ് വെള്ളമുണ്ട്, കിണറുണ്ട്, പഞ്ചായത്തിൻ്റെ കിണറുണ്ട്, ചെറിയ വീടുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി വലിയ വീട് മാത്രം പെൺകുട്ടീൻ്റെ അമ്മക്ക് പറ്റുള്ളൂ, പെൺകുട്ടിയുടെ ബാപ്പാക്ക് പറ്റുള്ളൂ, വലിയ വീട് മാത്രം പറ്റുള്ളൂ. അതാണോ കല്യാണോക്കറോട് ചോദിച്ചു? കല്യാണോക്കരോട് പറഞ്ഞു, നിങ്ങൾ ആ പെൺകുട്ടീൻ്റെ അമ്മയോട് ചോദിച്ചിക്ക് നിങ്ങൾ വലിയ വീട്ടിലേ കിടക്കുള്ളൂ, ചെറിയ വീട്ടിൽ കിടക്കലില്ല. അപ്പം നിങ്ങൾ നാളെ മരിച്ചു ചെല്ലുമ്പോൾ ആ കവറിൽ പിന്നെ ചെറിയ കുയില കിടക്കണത് അല്ലേ? ആ ചെറിയ കുയിലല്ലേ എടുക്കാൻ പോകുന്നത്. അത് വലിയ അകറുണ്ടോ? അത് മനസ്സിലാക്കണം. പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയുടെ വാപ്പ് നിങ്ങൾ കെടുക്കാൻ പോകുന്ന കുയ്യ ഏതാണ്, അത് നിങ്ങളത് മനസ്സിലാക്കി. അത് പാകപ്പെട്ടവനക്കൊരു ജീവൻ ഉണ്ടായിക്കോട്ടെ, ആ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിക്കോട്ടെ എന്നല്ല നോക്കേണ്ടത്. മറിച്ച് ചെറിയ വീടല്ലേ, പിന്നെ പഞ്ചായത്തിൻ്റെ കിണറല്ലേ, പിന്നെ ലൈൻ വെള്ളമല്ലേ, ഇതൊക്കെ പറഞ്ഞെടുക്കുന്ന നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് പൈസ തന്നിട്ടാണ്. നിങ്ങൾ ഈ പൊന്തം വിടുന്നത് അല്ലേ മാതാപിതാക്കളെ? അതെ, അതാ പറഞ്ഞത്. പെൺകുട്ടികളെ ഉമ്മമാരോട് പെൺകുട്ടിയുടെ ബാപ്പാട് പറഞ്ഞു. നല്ല ഉമ്മമാരുണ്ട്. നല്ല ഉമ്മമാർ പറഞ്ഞാൽ നമ്മൾ നല്ല ഉമ്മമാർ തന്നെ സ്നേഹം കാണിക്കും, ചിരിക്കും, സ്നേഹം കാണിക്കും. അത് മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും. ചെറിയ ഉമ്മമാരെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും, ചെറിയ ബാപ്പമാരെ മനസ്സിൽ പുഞ്ചിരി ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുപോലെ ഉമ്മമാരെ മുഖത്തുണ്ടാവും പുഞ്ചിരി, പെൺകുട്ടികളുടെ ഉമ്മമാരത്ത്. അതെ, എന്നാൽ ചെറിയ ആളുകൾ കടുപ്പം കാട്ടും. ചെറിയ ആളുകൾക്ക് ചെറിയ വീട് പറ്റൂല. അതെ, ചെറിയ ആളുകൾക്ക് അവർക്ക് വലിയ വീട് പറ്റുള്ളൂ. വലിയ വീട്, ഇന്റർലോക്ക്, കാറ്, അതുപോലെ വണ്ടി, വലിയ കാറ്, ഇതൊക്കെയാ. ആരെങ്കിലും മരിച്ചു ചെല്ലുമ്പോൾ ആരെങ്കിലും തലയിൽ വെച്ചുകൊണ്ട് കാറ് കൊണ്ടുപോവുകയെ, ആരെങ്കിലും നാളെ മരിച്ചു ചെല്ലുമ്പോൾ ബിൽഡിംഗ് തല വെച്ച് കൊണ്ടുപോവുകയെ, ആരെങ്കിലും ആരെങ്കിലും കൊണ്ടുപോവുകയെ ഇല്ല. ആരെങ്കിലും ബിൽഡിങ്ങും ആരെങ്കിലും ഇന്റർലോക്ക് ചെയ്ത് ആരെങ്കിലും തലച്ച് കൊണ്ടുപോവോ? കാർ ആരെയും തലച്ച് കൊണ്ടുപോവോ? പൈസക്കെട്ട് ആരെയും കൊണ്ടുപോവോ? സ്വർണ്ണം ആരെയും കൊണ്ടുപോവോ? ആരും കൊണ്ടുപോരാ. ആ ഒരു 3 കണ്ടം തുണി മാത്രം കൊണ്ടുപോകുന്നത് ഈ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട പെൺകുട്ടികൾക്ക്. പാങ്ങളെ കൂടെ അണിചേരാനും പാങ്ങളെ കൂടെ ചോർത്ത് പിടിക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത പെൺകുട്ടികളായി പോയി. അപ്പം അള്ള ചെറിയ ബുദ്ധി കൊടുത്തിട്ടുള്ളൂ പെൺകുട്ടികൾക്ക്. കുറെ ബുദ്ധി കൊടുത്തതിന് പെൺകുട്ടികൾക്ക് മനസ്സിലാവും. കൂടെ പെൺകുട്ടികളുടെ ബുദ്ധി താളം മറിയുകയാണ്. അത് മനസ്സിലാക്കണില്ല അല്ലേ? ബുദ്ധി ഇല്ലാണ്ടാണ് പെൺകുട്ടികൾ അങ്ങനെ പെരുമാറുന്നത്. 3 കണ്ട തുണിയിലാണ് ബാപ്പി ഉമ്മിമാരൊക്കെ പോവുക എന്ന് ചിന്തിക്കണം. എല്ലാവരും ഇവിടെ ഉണ്ടാവില്ല, എല്ലാവരും പോകും. അത് മനസ്സിലായി പെൺകുട്ടിക്ക് ജീവനം കൊടുത്തോട്ടെ. ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബം വേണം, അവർക്കൊരു ജീവിതം വേണം.
അവൾക്കൊരു കുടുംബം വേണ്ടെന്ന് ആ പെൺകുട്ടീനെ ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടാണ്ടേ? അവരെന്താ ചെറിയ വീടിന് കുറ്റം പറയുക, ചെറിയ വീടിനെ കുറ്റം പറയുക, ലൈവ് വെള്ളം കുറ്റം പറയുക, പഞ്ചായത്തിലെ കിണറ് കുറ്റം പറയുക, വീടിൻ്റെ സൗകര്യം കുറ്റം പറയുക. ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് കാരണം? ആരെങ്കിലും നിങ്ങൾ 10 ആൾക്കാരെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും 10 ആൾക്കാരെ കൊണ്ടുപോയി ഇവിടെ കൊന്നിട്ടുണ്ടോ? ഈ ചെമ്പാറമ്പിൽ ആരെങ്കിലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. പാകപ്പെട്ടവൻ്റെ കൂടെ ചോർത്ത് പിടിച്ചാൽ നാളെ പെൺകുട്ടിക്ക് അന്തി ഉറങ്ങാം. അത് ഏതെങ്കിലും പൈസക്കാരെ കൂടെ പോയി കഴിഞ്ഞാൽ നാളെ കൗത്തിൽ കത്തി വെക്കും, കത്തി വെക്കും. നാളെ തോക്കി വെച്ചുകൊണ്ട് പെണ്ണെ കൊല്ലും. അതെ, തോക്കി വെച്ചുകൊണ്ടോ, നാളെ കെട്ടിട്ടുകൊണ്ടോ, നാളെ കൗത്തിൽ കയറ്റിക്കൊണ്ടോ, ശ്വാസം മുട്ടിച്ചുകൊണ്ടോ എല്ലാം ചെയ്യും. അപ്പോൾ ഇത്തരമുള്ള കാര്യം മനസ്സിലാക്കുക. പാകപ്പെട്ടവരുടെ കൂടെ വരിക. അതെ, ഇത് പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും മനസ്സിലാക്കുക. അതാണ് ഇത്തരൊരു കാര്യം ഞാനിവിടെ ഈ ഈ ഈ ഈ പ്രസംഗം ഈ ഈ ഈ തീപ്പള്ളി പ്രസംഗം ഇവിടെ നടത്താൻ കാരണം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു നിങ്ങളെ മകൾക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് ആ ഉമ്മാക്കും ബാപ്പാക്കും തോന്നണം. അവരുടെ മുഖത്ത് കാണണം, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണിക്കണം, ആ മുഖത്തൊരു വെളിച്ചം കാണണം, ആ മുഖത്തൊരു ആ മകൾക്ക് ഒരു മുത്തം കൊടുക്കാനും നാട്ടി കൊടുക്കാനും ആ ഒരു മനസ്സിൽ നിങ്ങൾ കൊടുത്താൽ അത് പഠിച്ചപ്പോൾ കൂലി കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ കുറെ കാറും വണ്ടിയും വാങ്ങിയിട്ട് കാര്യമില്ല, അതിൽ കുറെ സർവീസ് ആയിട്ട് കാര്യമില്ല. അതിൽ കുറെ കുട്ടികളും പെൺകുട്ടികളും സർവീസ് അടയ്ക്കുക, അതിൽ പോവുക വരിക, അതുകൊണ്ട് കാര്യമില്ല. അത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അത് നാളെ വരച്ച് തരുമ്പോൾ അത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുമോ? അത് മണ്ണിലേക്ക് വെക്കാൻ പറ്റുമോ? ആ ഒരു ബോധം നിങ്ങൾ കാണിക്കണം. പാകപ്പെട്ടവരെ തിരിച്ച് മനസ്സിലാക്കി തിരിച്ച് മുണ്ടി തിരിച്ച് സംസാരിക്കുക. അതെ, നിങ്ങൾ കുറെ ചോറും ബിരിയാണിയും വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതെ, പാകപ്പെട്ടവരെ ചോർത്ത് പിടിക്കുക, സ്നേഹം പകരി കൊടുക്കുക, അതാണ് വേണ്ടത്. അതെ, നിങ്ങൾ കുറെ ചോറും ബിരിയാണിയും വെച്ചിട്ട് കാര്യമില്ല. പാകപ്പെട്ടവൻ്റെ കൂടെ ചോർത്ത് പിടിച്ച് അവരെ കൂടെ മനസ്സിലാക്കുക. പാകപ്പെട്ടവരെ മനസ്സിലാക്കുക. അള്ള പഠിച്ചതാണ് പാങ്ങളി എന്ന് ആ പൈസക്കാരുള്ള ആളുകളായ മനസ്സിലാക്കണം. തിരിച്ച് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ചെറിയ വീട് നിങ്ങളെ കുറ്റം പറയരുത്. അതിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളെ മകളെ വിട്ടുകൊടുത്ത് പാകപ്പെട്ടവൻ്റെ കൂടെ ചോർത്ത് പിടിക്കുക, സ്നേഹം കാണിക്കൊടുക്കുക. അതാണ് വേണ്ടത്. പഠിച്ചാൻ പാകത്ത് കൂലി കിട്ടുമെന്ന് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകണം. അത് ഏത് കള്ളുടിയന്മാർക്ക് കൂട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കള്ളുടിമാർക്കും കഞ്ചാവുക്കും മയക്കവെറുതക്കും മയക്കവെറുതേക്കും നാളെ കല്യാണം കഴിച്ച് കൊടുത്താൽ എന്താ? പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം തുടങ്ങി, അവൻ നിക്കാവ് ഉറപ്പിച്ച്, അവൻ നിങ്ങൾ പറയും പെൺകുട്ടി നിക്കാവ് ഉറപ്പിച്ചിരുന്നു. അതെ, അത് അവൾക്ക് വേറെ ലൈനുണ്ട്, അതിവിടെ ഉണ്ട്, കാരണം ഇതുണ്ട്, ഇതാ പറയുക. അപ്പം നിങ്ങളെന്താവും? ഇതാണ് നിങ്ങൾ പരിപാടി. പാകപ്പെട്ടവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെയും ചോദിക്കാൻ വരുമ്പോഴോ അപ്പം പറയും, അപ്പം നിങ്ങൾക്ക് തൂപിക്കലേ കാരണം നിങ്ങളെ മകളെ കെട്ടിക്കൂല, ആയിട്ടില്ല, കുറച്ച് കഴിയട്ടെ. അപ്പം അത് എപ്പോൾ കുറച്ച് കഴിയട്ടെ? പെൺകുട്ടീൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചിട്ടാണോ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നത്? അതെ, അപ്പം ഈ പൊറുതിയുമായ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പെൺകുട്ടിക്ക് ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ലൈവിൽ ഞാൻ വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുക, ഈ ലൈവ് നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെള്ളട്ടമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൊടുക്കുക, കമൻറ്റ് പോസ്റ്റിൽ കമൻറ്റ് കൊടുക്കുക. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുക, അതാണ് വേണ്ടത്. ഒരുപാട് ഉമ്മയും ബാപ്പിമാരുണ്ടാവില്ല. ആ ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. പാകപ്പെട്ടവർ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കുറെ കാറും വണ്ടിയും വാങ്ങിയിട്ടും പൈസ വാങ്ങിയിട്ടും കുറെ കൊട്ടാറുണ്ടാക്കിയിട്ടും ഇനി ആ ചെക്കന് ഇനിയിപ്പോൾ ആ പെൺകുട്ടിനെ വാറാക്കി കൊടുത്ത് ഓൻ കുറച്ച് ഒരുപാട് പൈസയും കാറും കൊണ്ടുപോയി ഇനി ആ പെൺകുട്ടി നോക്കുമോ? ഇല്ല. പൗതി കിട്ടുവാണോ പോവും. അതെ, പൗതി വരെ നോക്കും. അതാ പെൺകുട്ടീൻ്റെ ഒക്കെ പിടിച്ചിട്ട് വാങ്ങും, സ്വർണം പിടിച്ചിട്ട് വാങ്ങും, പൈസ പിടിച്ചിട്ട് വാങ്ങും, കാറ് പിടിച്ചിട്ട് വാങ്ങും. അതെ, ഓളെ ഏക്കർ സ്ഥലം വാങ്ങി വെക്കും, ഇതൊക്കെ പിടിച്ചിട്ട് വാങ്ങും. അവസാനം ഓളെ ഇല കുട്ടി പുറത്ത് കൊടുക്കും. അതുപോലെ പാങ്ങൾ ചെയ്യില്ല. ഞാൻ പറയല്ലോ, നിങ്ങൾ കൊടുക്കുന്ന സ്വർണം, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്വർണം, അതെ, തിരുപ്പിരിപ്പെട്ട് വിവാഹത്തെ തയ്യാറാവുക, അതാണ് വേണ്ടത്. നമ്മൾ കുറ്റം പറയരുത്, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ കാണുക. ഓക്കെ.